വളരെയധികം വേദനയോടെ ഞങ്ങൾ പിരിഞ്ഞതാണ്. 20 വർഷമേ ഞങ്ങളെ ദാമ്പത്യ ബന്ധമായിട്ടുള്ളൂ. ഇന്നും ആ വേദനകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ എല്ലാവർക്കും? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോയി എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന് കുറച്ചൊരു കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമന്റിന് ഒരു റിപ്ലൈ കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിട്ട് വീഡിയോ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റോറി, ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ കുറേ മുമ്പാണ്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊന്നും ആ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാനത് വിശദമായിട്ട് വീണ്ടും ഞാൻ പറയണമെന്നില്ല. പക്ഷെ ഇപ്പൊ ചോദ്യത്തിനുള്ള ഒരു മറുപടിക്ക് നമ്മളെ കുറിച്ചിട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മളോട് അങ്ങനെ നമ്മളിപ്പോ വേറൊരു സ്റ്റോറിയാണ്, വേറൊരു കണ്ടന്റ് എടുത്തിട്ട് വേറൊരാളെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് വിഷയമല്ല. പക്ഷെ നമ്മളെ കുറിച്ചിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കുറച്ചെങ്കിലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ അത് വിശദീകരിച്ച് കൊടുക്കാതെ തെറ്റിദ്ധരുത്തി കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ആ ഒരു തെറ്റിദ്ധാരണ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത്. അപ്പൊ അത് കുറച്ചൊരു കമന്റ് വന്നിട്ട് ഋഷ മൊയ്തുനാണ്. അത് തെറ്റിദ്ധാരണ, അത് ദുആ ചെയ്യാൻ ആമീൻ. ഇടയ്ക്കൊക്കെ അവിടെ പോകണം, ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ മരിച്ചു പിരിഞ്ഞതല്ലേ, അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അതിന് ഞാൻ മറുപടിയും കൊടുത്തു. വേറെ റാബിയത്ത് എന്ന് ചോദിച്ചത്, ഇപ്പോഴത്തെ ഭർത്താവ് എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൾക്ക് നമ്മൾ അറിയുന്ന തന്നെയാണ്, ഓരോ ബിസി ആയിട്ടാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ടുള്ള അധികം വീഡിയോസ് ഒന്നും അധികം ചെയ്യും. ഒക്കെ വിചാരിക്കും ഇങ്ങനെ രണ്ടാളും ഒപ്പം ഇരിക്കണം. ചില ലൈവിലൊക്കെ ഉണ്ടാവുന്നുണ്ട്, ചില സമയത്തൊക്കെ ഉണ്ടാവും. പക്ഷെ പറ്റില്ല, രാത്രിയും പകലും ബിസിയാണ്. ഇപ്പൊ രാത്രിക്ക് ഇപ്പൊ കുറച്ച് ഒരു ദിവസം മുമ്പാണ് ഇപ്പൊ സ്റ്റോപ്പ് അയക്കുന്നത്. അതുവരെ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ പിന്നെ ഫ്രൂട്ട്സ് വരുന്നതാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ ചിലപ്പം ബസ്സിന് കോട്ടക്കലൊക്കെ ആകും വരിക. അപ്പൊ അവിടെ വണ്ടിയും കൊണ്ട് പോയി നിൽക്കണം. എന്നിട്ട് അത് അവിടുന്ന് പിന്നെ നമ്മളവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കുറെ ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാം പാക്കറ്റൊക്കെ പൊട്ടിച്ച് പൊളിച്ച് ഓരോന്നും ഓരോ സെക്ഷനാക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ പഴുത്തരിഞ്ഞതും എല്ലാം കൂടെ മിക്സ് ആവും. അപ്പൊ അത് കാരണം അതൊക്കെ ചെയ്ത് പിടിച്ചിട്ട് പിന്നെ കട അടച്ചിട്ട് വേണം വരാൻ. അപ്പോ ഓർഡറുകളൊക്കെ ഓരോ രീതിയിലാക്കി അപ്പോൾ ഇതിന് നേരം വെളുക്കും. അങ്ങനെയാണ് ആ ഒരു സമയം. അത് കാരണം പകല് പിന്നെ ഫുള്ള് ഇതിൽ ഓരോ സ്ഥലത്ത് കൊണ്ടു കൊടുക്കണം, ഹോൾസെയിൽ അല്ലേ. അപ്പൊ അങ്ങനെയുള്ളതാണ്, ആൾക്ക് ഒഴിവ് കിട്ടൂല, ഫ്രീ ഇല്ല. പിന്നെ മോളെ കല്യാണമൊക്കെ അല്ലായിരുന്നോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയി പോയതാട്ടോ. കാരണം മോളെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അറിയുമല്ലോ അല്ലെ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അറിയാത്ത കുട്ടികളോട് പറയണേ, എന്റെ ഇപ്പൊ കല്യാണം കഴിച്ച ഭർത്താവിന് എന്നെ പോലെ തന്നെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ട് കേട്ടോ. അത് 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് മൂത്ത മോൾക്ക് 2 കുട്ടികളുണ്ട്. ഇളയ മോളെ കല്യാണം ഇപ്പൊ അടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. മൂത്ത മോളെ കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഗൾഫിലായിരുന്നു. എന്റെ 3 മക്കളും പിന്നെ അവരെ ഇളച്ചി മുത്തച്ഛൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോയി പങ്കെടുത്തു. ഈ കല്യാണത്തിന് എന്റെ ഉപ്പ അടക്കം ഞങ്ങളെല്ലാവരും ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. പിന്നെ അവിടെ വാപ്പല്ലേ. അങ്ങനെ രണ്ടാമത്തെ കല്യാണവും അങ്ങനെ മോളെ കല്യാണവും കഴിഞ്ഞു. ഇനി മോനുള്ളൂ, മോന് ചെറുതാണ്, +2 പഠിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ എന്റേതും അങ്ങനെ തന്നെ, മോന് ഇളയതാണ്, മൂത്ത മക്കള് 2 ഇരട്ട കുട്ടികൾ പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പറഞ്ഞപ്പോ ഇതില് സുഹറന്റെ കമന്റ്, ഇവിടെ മരണപ്പെട്ടാൽ ഭർത്താവിന്റെ കുടുംബം ആരും ഒഴിവാക്കില്ല. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയും മക്കളും ആ കുടുംബത്തിലെ എല്ലാ കാര്യത്തിനും കൂടി ഉണ്ടാവും. കുഞ്ഞുമക്കൾ ആണെങ്കിൽ നാട്ടുകാരും കൂടെ അവരെ കൊണ്ട് പറ്റും വിധം സംരക്ഷിക്കും എന്ന്. അങ്ങനെ തന്നെയാണ് നമ്മളെ ഇവിടെ കേട്ടോ. പലരും പല രീതിയിലാണ്. ചിലര് അവരെ വീട്ടുകാരനെ കൂട്ടിക്കൊണ്ടുപോകും. നന്ന ചെറിയ കുട്ടികളാണ്, പെണ്ണും ചെറുതാണെങ്കിലും അങ്ങനെ കൊണ്ടുപോകും ഭർത്താവ് മരണപ്പെട്ടാൽ. പിന്നെ ചിലര് അവിടെ തന്നെ നിർത്തുന്നവരുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കുറെ മുമ്പേ ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ പിന്നെ ഡെലിവറിക്കും ഇതിനൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാണ് വരിക. ഡെലിവറി കഴിയും പോവും, അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചു കാലം അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിൻ്റെ കുറച്ച് മുമ്പ് കൂട്ടിക്കൊണ്ടുപോകലിന് വേണ്ടിയിട്ട് വന്നു നിന്ന്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കുട്ടികളായിട്ട് കുറച്ച് കാലം നിന്ന്. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ മാത്രം. എന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അവിടെ പോകും, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അധികം ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല. എൻ്റെ വീടും ഗുജറാത്തുമായിട്ട് അങ്ങനെ വർഷങ്ങളോളം പോയി, 10-15 വർഷത്തോളം അങ്ങനെ പോയി. പിന്നെ മക്കളെ പഠിത്തം, മദ്രസന്റെ പഠിത്തമൊക്കെ ആയിട്ട് ഞാൻ ഇത് നീണ്ടു പോകുമെന്ന് എനിക്കൊരു പേരുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കം പറയണം. അങ്ങനെ നിന്നു. അങ്ങനെ ആയിരുന്നു എൻ്റെ ജീവിതം. ഞങ്ങൾ നാട്ടിൽ നിന്നപ്പോഴും ഞങ്ങൾ മക്കളും കൂടെ വേറെ ആയിരുന്നു കേട്ടോ ജീവിച്ചിരുന്നത്.
വാടകയ്ക്ക് താമസിച്ചിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്, വാടക വീട്ടിൽ വെച്ചിട്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ജീവിതം. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ പിരിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിനുള്ള കൂടെ മറുപടി ഞാൻ പറയാം. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല. എന്റെ അടുത്ത് നിന്നാണ് മരിച്ചത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട്, ഞങ്ങളും മക്കളും ഒന്നിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ വാടക വീട്ടിലാണെന്നുള്ളൂ. അപ്പോൾ വരുമ്പം പോവും ഒക്കെ ഉണ്ടായിരുന്നവര്. പിന്നെ മൂപ്പര പെങ്ങളെ മകൻ എന്നാണ് എന്റെ മോളെ കല്യാണം കഴിച്ചത്. ഒരു മോളെ വേറെ പുറത്ത് പോവാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ബന്ധം ഇവിടെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലൂടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോക്കും വരവും. അതുപോലെ അസുഖങ്ങൾ വന്നാലും മരിച്ചാലേ ഞാൻ പോവുള്ളൂ. കല്യാണത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. അവര് ഒരുപാട് കല്യാണങ്ങൾ മക്കളത് എല്ലാവർക്കും കഴിഞ്ഞിരിക്കുന്നു. ആ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ പോയിട്ടില്ല. മക്കള് പോയിട്ടുണ്ട്. പിന്നെ മരിച്ചാലും സൂക്കേടായാലും ഞാൻ പോകാറുണ്ട്, അതിൽ പങ്കെടുക്കാറുണ്ട്, അത്ര തന്നെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ, ഞാൻ 2-3 കൊല്ലത്തോളം ഒമാനിലായിരുന്നു, ഗൾഫിലായി. പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങി. അപ്പൊ പിന്നെ പോകേണ്ട ആവശ്യം എന്താ ചെയ്യല്, നമ്മൾ കയറി അറ്റാക്ക് ചെയ്തിട്ട് കല്യാണത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പോവാന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇഷ്യൂസ്, ഫാമിലി ആകുമ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതെന്ന് പറയാനിപ്പോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഓരോന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ പോയി. അതുകൊണ്ടായിരിക്കാമല്ലോ ഞങ്ങൾ വാടകയ്ക്ക് പോയിട്ടുണ്ടാവുക. എന്റെ ഭർത്താവാണ് ഏറ്റവും ചെറിയ ആള്. ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർണം, പൊന്ന്, സ്ത്രീധനം, ഇങ്ങനെയൊക്കെ സംഭവം തന്നെ. ആ സംഭവം തന്നെ നമ്മളിങ്ങനെ അകറ്റി നിർത്തിയിരുന്നത്. കാരണം എനിക്ക് ഒരു തരി പോലും സ്വർണം വേണ്ട, സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അപ്പ, എൻ്റെ പിതാവ് അക്ഷരം പ്രതി അതാണ് അനുസരിച്ചു. ഞാൻ അതിന് ആയി, അത്ര തന്നെ ഉള്ളൂ. അപ്പോ അതൊന്നും നമുക്ക് ഇനിയിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായത്തിൽ ഒരുപാട് വേദനകൾ തിന്ന ആളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ എങ്ങനെ അനുഭവിച്ചു എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ സമൂഹത്തിനോട്, എന്നെ അറിയുന്ന ആൾക്കാരോട് പറയണം. അവരോട് പറയണമെന്ന് മറുപടി ഒന്നല്ല, അല്ല വേറെ ആരോടും പറയണം എന്ന് വെച്ചിട്ടല്ല, എനിക്ക് തുറന്ന് പറയണം. അത് നമ്മളെ വേദന നമ്മളെ ബാക്കിയുള്ളവർ കേൾക്കാത്ത സമയത്ത്, ആരും ശ്രദ്ധിക്കാത്ത സമയത്ത്, നമ്മളെ പീഡിപ്പിക്കുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമ്മളെ മാനസികമായി ഇതാക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലുണ്ടായിരുന്ന അവസ്ഥ, നമ്മൾ അനുഭവിച്ചിരുന്നത് ഒന്ന് തുറന്നു പറയാൻ ഒരു വേദി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അത് കിട്ടും ചെയ്ത്, എന്റെ മനസ്സിലൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ അകന്ന് നിന്നതുമാണ്. അപ്പം അറിയാത്ത കൂട്ടുകാരാണ് ഇതൊക്കെ എന്ന് എനിക്കറിയാം. അപ്പോ കുഴപ്പമില്ല, സാരല്ല, നിങ്ങൾ ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മൾ പിരിഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ മരിച്ചു പിരിഞ്ഞതാണ്. വളരെയധികം വേദനയോടെ ഞങ്ങൾ പിരിഞ്ഞതാണ്. എന്നുവെച്ചാല് ഒരിക്കൽ പോലും പിരിയാനുള്ള സമയമായിട്ടില്ല. 20 വർഷം ഞങ്ങളെ ദാമ്പത്യ ബന്ധമായിട്ടുള്ളൂ. അടുത്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു ഇതാണ് ആക്കിയത്. അപ്പോ എന്താ പറയാ, ഇന്നും ആ വേദനകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ക്യാൻസർ ആയിരുന്നു മൂപ്പർക്ക്. ക്യാൻസർ വന്നിട്ട് ഒരു 11 മാസത്തോളം കിടന്ന്. അതിന് മുമ്പ് 4ാം നിലയുടെ മുകളിൽ, ബിൽഡിങ്ങിന്റെ മുകളിൽ കയറ് പൊട്ടിയിട്ട് പെയിന്റിങ് ചെയ്യുമ്പോൾ താഴത്ത് വീണിട്ട് നട്ടല് പൊട്ടിയിട്ട്, അതുപോലെ 6 മാസത്തോളം ഒരേ കിടപ്പ് കിടന്നു. നോക്കാവുന്നിടത്തോളമൊക്കെ നല്ല നോക്കി. എന്താ പറയാ, അങ്ങനെ അദ്ദേഹം അങ്ങനെ പിരിഞ്ഞതാ. ഓർക്കുമ്പോൾ നെഞ്ഞു പൊട്ടുന്നു. അപ്പം എന്താ പറയാ, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കണല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ആയത്ത് ഓതി ഞാൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിന് പ്രതിഫലമായിട്ട് ഹൈറായത് ഒന്ന് തന്നിട്ടുണ്ട്. ഒരാളെ തന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടം വരെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. നാളത്തെ കാര്യം അള്ളാഹുവിന് അറിയാം.